ലോകത്തെ എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്നുണ്ട്, നിനക്ക് മാത്രം എന്താണ് ഇത്രയധികം പ്രശ്നം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നുപോയിട്ടുള്ള സ്ത്രീകളിൽ മിക്ക സ്ത്രീകളും കേട്ടിട്ടുള്ള ഒരു ഡയലോഗായിരിക്കും അത്. ശരിക്കും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളുകൾ നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫേസിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പെരിമെനോപോസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലരുടെ ലൈഫിൽ ഒരു വലിയ കുഴപ്പങ്ങളില്ലാതെ കടന്നു പോവും, ചിലരുടെ ലൈഫിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരു മെഡിക്കൽ സപ്പോർട്ടും ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ സപ്പോർട്ടും ഒക്കെ ഇല്ലാതെ മുന്നോട്ട് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലൂടെ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നമുക്കുണ്ടായിരുന്ന ട്രോമാസും നമ്മുടെ വോണ്ടുകളും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസും ഒക്കെയാണ് ഈ സർഫേസ് ചെയ്തിട്ട് വരും. ഒരു സാധ്യത വരുന്ന സമയത്ത്, ഇപ്പം ഡെലിവറി കഴിയുന്ന സമയത്ത് ഒരു ടോട്ടൽ ന്യൂ ഫേസിലേക്ക്, ഒരു ട്രാൻസിഷനിലേക്കാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഈ ഹോർമോൺ ഇംബാലൻസ് വരുന്നുണ്ടാകും. മൊത്തത്തിൽ ബോഡിയും നമ്മൾ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ആ സമയത്ത് നമ്മളുടെ എല്ലാ ഡിസ്കംഫർട്ടും നമ്മളുടെ ട്രോമാസും നമ്മളുടെ വോണ്ടുകളും ഒക്കെ ഓൾറെഡി ഉള്ളതാണ്. അത് സർഫേസ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ചിലരുടെ കേസിൽ ഈ ഒരു കാര്യം ഭയങ്കര സിവിയർ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഡിക്കൽ സപ്പോർട്ട് എടുക്കുക, സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അന്നത്തെ വോണ്ടുകളെയൊക്കെ ട്രോമാസിനെയൊക്കെ ഹീല് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഹീല് ചെയ്ത് അതിനെ അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്.